റഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു മോഡൽ പേപ്പറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്കൊന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനമാണ് പറയുന്നത് സുൽ ബിമ യുനാസിബു എന്നുള്ള പ്രവർത്തനമാണ്. അപ്പോൾ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. 1. അത്തഹാബുബു ഫില്ലാഹി വൽ ഉഖ്വതു ഫി ദീനിഹി. അത്തഹാബുബു പരസ്പരം സ്നേഹിക്കലും, ഫില്ലാഹി അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ, അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുക. അതുപോലെ തന്നെ വ ഉഖ്വത്തും ഫി ദീനിഹി അവൻ്റെ മതത്തിൽ സാഹോദര്യം സ്ഥാപിക്കുക. ഇത് ഏതിൽപ്പെട്ട കാര്യമാണ്? പ്രയോഗിച്ചത് തിരഞ്ഞെടുക്കുക. ഇവിടെ താഴത്ത് കാണാം മിൻ അഫ്ളലിൽ ഇബാദാത്തി ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ്. ഇതാണ് യോജിച്ചത്. ഓക്കെ. ഇനി രണ്ടാമത്തത് അത്തബാഗുലു വത്തഖാലുഫു പരസ്പരം വിദ്വേഷവും അതുപോലെ വത്തഖാലുഫു പരസ്പരം ഭിന്നിപ്പും ഏതിൽപ്പെട്ടതാണ്? യോജിച്ചത് മുകളിലുണ്ട്. മിൻ സമറാത്തി സുഇൽ ഖുലുഖി ദുസ്വഭാവത്തിൻ്റെ പ്രയോജനങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് എഴുതി കൊടുക്കേണ്ടതാണ് കേട്ടോ. 3. ഇദാ അഹബ്ബർ റജുലു അഖാഹു ഫൽ യുഖ്ബിറുഹു ഡാഷ്. അതിന് യോജിച്ചത് ഇവിടെ ഉണ്ട്. അന്നഹു യുഹിബ്ബുഹു നീ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ, നീ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അഖാഹു തൻ്റെ സഹോദരനായ ഒരാളെ നീ ഇഷ്ടപ്പെട്ടാൽ, ഫൽ യുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു താൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവനെ അറിയിക്കണം. 4. വയർഹമു ഖവിയ്യു ഖവിയായ ആൾ, ശക്തിയുള്ള ആൾ കരുണ കാണിക്കേണ്ടത് ആരോടാണ്? യോജിച്ചത് അല്ലഈഫ ബലഹീനരോട്. 5. വയർഹമു താജിറു കച്ചവടക്കാരൻ കരുണ കാണിക്കണം ആരോട്? അൽ മുഷ്തരി സാധനം വാങ്ങുന്ന ആളോട്. 6. വയർഹമുൽ മുഅല്ലിമു അധ്യാപകൻ കരുണ കാണിക്കണം ആരോട്? അത്തിൽമീദ വിദ്യാർത്ഥിയോട്. അപ്പോൾ ഈ പ്രവർത്തനം ഫുള്ളായി. ഇനി അടുത്ത പ്രവർത്തനം തമ്മീം എന്നുള്ള പ്രവർത്തനമാണ്. പൂരിപ്പിച്ചു കൊടുക്കാനാണ് കേട്ടോ. വരി പൂർത്തിയാക്കി കൊടുക്കുക. അശ്ശുക്കുറു ഖുലുഖും മിൻ അഖ്ലാഖി ഡാഷ്. അശ്ശുക്കുറു ഖുലുഖും മിൻ അഖ്ലാഖി റുബൂബിയത്തി. ശുക്ർ എന്നത് ദൈവിക സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാകുന്നു. 2. ഖാല തആല അല്ലാഹു തആല പറഞ്ഞു ഇന്ന റബ്ബന ലഗഫൂറുൻ തീർച്ചയായും നമ്മുടെ റബ്ബ് ലഗഫൂറുൻ ഡാഷ്. ഇന്ന റബ്ബന ലഗഫൂറുൻ ഷക്കൂർ. 3. അൽ മഖ്ലൂഖാത്തു തദുല്ലു അല ഡാഷ്. ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ്. അൽ മഖ്ലൂഖാത്തു തദുല്ലു അലൽ ഖാലിഖി സൃഷ്ടികൾ സൃഷ്ടാവിൻ്റെ മേൽ അറിയിക്കുന്നു. 4. തഫക്കറു ഫി ഖൽഖില്ലാഹി വലാ തഫക്കറു ഡാഷ് ഫി ദാത്തില്ലാഹ്. അതിൻ്റെ അർത്ഥതാണ് തഫക്കറു ഫി ഖൽഖില്ലാഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. വലാ തഫക്കറു ഫി ദാത്തില്ലാഹ് അള്ളാഹുവിൻ്റെ സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. 5. മൻ ഗറഫ നഫ്സഹു ഫഖദ് ഡാഷ്. അത് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലുള്ള തന്നെയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും തൻ്റെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞാൽ അവന് അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞു, അവൻ്റെ റബ്ബിനെ കുറിച്ചറിഞ്ഞു. 6. തഫക്കറു സാഅത്തിൻ ഖൈറും മിൻ ഡാഷ്. തഫക്കറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സനത്തിൻ. ഒരു മണിക്കൂറിൻ്റെ ചിന്ത ഒരു വർഷത്തെ ഇബാദത്തിനേക്കാൾ ഖൈറാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് അജ്ബ് എന്നാണ്. ഉത്തരം എഴുതാനാണ്.
ഒന്ന് അക്സറുമാ യുദ്ഖുലു നാസൽ ജന്നത്ത മാ ഹുവ, ജനങ്ങളിൽ അധിക പേരും പ്രവേശിച്ചത് സ്വർഗത്തിലാണ്. എന്തുകൊണ്ട്? എന്താ അതിൻ്റെ കാരണം? അത് പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. 4-ാമത്തെ പാഠത്തിലാണ്, അൽ ഹുബ്ബു ഫില്ലാഹി എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അതുപോലെ വ ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. ഈ 2 കാരണങ്ങളാണ് ജനങ്ങളധികവും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം. 2-ാമത്തെ ചോദ്യം, മിഫ്താഹുൽ ഉലൂമി മാഹുവ. മിഫ്താഹുൽ ഉലൂമി മാഹുവ, വിജ്ഞാനത്തിൻ്റെ താക്കോല് അതെന്താണ്? അത് അത്തഫക്കുറു, ചിന്തയാണ്. ഫിക്ർ, ചിന്ത. 3 മനിൽ അഹഖു ബി റഹ്മത്തിന, നമ്മുടെ റഹ്മത്ത് കൊണ്ട് ആരാണ് ഏറ്റവും ബന്ധപ്പെട്ട ആൾ? അതിൻ്റെ ഉത്തരം അൽ ആബാഉ വൽ ഉമ്മഹാത്തു വൽ അസ്വാജു വൽ അഖ്രിബാഉ, പിതാക്കൾ, മാതാക്കൾ, ഭാര്യമാർ, മക്കൾ, കുടുംബങ്ങൾ, അതുപോലെ അയൽവാസികൾ തുടങ്ങിയവരാണ്. ചോദ്യം 4 മനിൽ മൗസൂഫു ബി അന്നഹു റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യവന്മാരിൽ പരമകാരുണികൻ എന്ന് വിശേഷിക്കപ്പെട്ടത് ആര്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അടുത്ത പ്രവർത്തനമാണ് ബയ്യിനി ദലീല മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് തെളിവ് വ്യക്തമാക്കാൻ. 1 അക്സറുന്നാസി ലാ യഷ്കുറൂൻ, ജനങ്ങളിൽ അധിക പേരും നന്ദിയില്ലാത്തവരാണ്. അതിൽ ഖുർആനിൽ ഒരായത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തു നബഇൽ 13-ാമത്തെ ആയത്ത്, വഖലീലും മിൻ ഇബാദിയശ്ശക്കൂർ, വഖലീലും മിൻ ഇബാദിയശ്ശക്കൂർ എന്ന് പറയുന്ന ആയത്താണ്. 2 തസ്ദാദു നിഅമു ബിശുക്രി, നന്ദി ചെയ്യൽ കൊണ്ട് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും അള്ളാഹു എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അതേതാണ്? തസ്ദാദു നിഅമു ബിശുക്രി ഏതാണ് അതിന് ചോദിച്ചത്? ലഇൻ ശകർതും ലഅസീദന്നക്കും, സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്താണ്. ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങളെനിക്ക് നന്ദി ചെയ്താൽ നിങ്ങളെനിക്ക് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. ഇനി 3 നിഅമുല്ലാഹി അക്തറു മിൻ അൻ തുഹ്സ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്ക് എന്ത് ചെയ്യുമില്ല, തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ആയത്ത്, അതും ആ പാഠത്തിൽ തന്നെയാണ് പറയുന്നത്. വ നിഅമത്തുല്ലാഹി അലൈന അക്തറു മിൻ അൻ തുഹ്സ, അതിന് ചോദിച്ചത് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, ഇതും ഇബ്രാഹിം സൂറത്തിലെ 34-ാമത്തെ ആയത്താണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ എന്ന് പറയുന്ന ആയത്താണ്.